കെ.വി. തോമസിന്റെ യാത്രാബത്ത കൂട്ടാൻ സർക്കാർ പ്രതിവർഷ തുക 5 ലക്ഷത്തിൽ നിന്ന് 11.31 ലക്ഷമാക്കാൻ പൊതുഭരണ വകുപ്പിന്റെ ശുപാർശ വന്നിരിക്കുകയാണ്. വിവരങ്ങളുമായി പ്രശാന്ത് കൃഷ്ണ ചേരുന്നുണ്ട്. പ്രശാന്ത്, സർക്കാർ വലിയ കടക്കണിയിലാണ്. സർക്കാരിന് ഭരിക്കുവാൻ വേണ്ടിയുള്ള പണമില്ല, നികുതി പിരിവ് വേണ്ട രീതിയിൽ നടക്കുന്നില്ല, മൊത്തം ക്ഷേമ പെൻഷനുകൾ കൊടുക്കുന്നില്ല. ഇതിനെല്ലാം ഇടയിൽ ഇതാ കെ.വി. തോമസ് ആദ്യമേ പറഞ്ഞിരുന്നത് എനിക്ക് 5 നയാ പൈസ പോലും വേണ്ട, ഞാൻ കേരളത്തിന് വേണ്ടി സേവനം ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞു വന്ന കെ.വി. തോമസിന് ഇപ്പോൾ ഇതാ 11 ലക്ഷം രൂപ വീണ്ടും കൊടുക്കാൻ പോകുന്നു 5 ലക്ഷത്തിൽ നിന്ന്. എന്താണ് ഇതിന്റെയൊക്കെ ഒരു അടിസ്ഥാനം? നയാ പൈസ വേണ്ടെന്ന് പറഞ്ഞ കെ.വി. തോമസിന് യാത്രാബത്ത കൂട്ടാൻ സർക്കാർ മുൻകൈ എടുക്കുമ്പോൾ അത് കെ.വി. തോമസിന്റെ താല്പര്യമില്ലാതെയാണ് എന്ന് കരുതണ്ട. കാരണം ഈ ഇന്നലെ ചേർന്ന പൊതുഭരണ വകുപ്പിന്റെ സബ്ജക്ട് കമ്മിറ്റിയിലാണ് ഈ വിഷയം വന്നത്. ഇതിൽ കെ.വി. തോമസിന് ഈ 2024-25 അതുപോലെ തന്നെ ഈ 12/2/2025 വരെ ഈ TA ഇനത്തിൽ യാത്രാബത്ത ഇനത്തിൽ ചെലവായത് 4,98,058 രൂപയാണ്. 58 രൂപയാണ് അനുവദിച്ചിരുന്നത്. പക്ഷെ അദ്ദേഹത്തിന് ഈ കാലയളവിൽ പ്രതിവർഷം 6,31,000 രൂപ ചെലവ് വരുന്നുണ്ട് എന്നാണ് ഈ സബ്ജക്ട് കമ്മിറ്റി യോഗത്തിൽ പൊതുഭരണ വകുപ്പ് വിലയിരുത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തിന് 11,30,000 രൂപ ആക്കി ഈ പ്രതിവർഷം അനുവദിക്കുന്ന TA തുക ഉയർത്തണമെന്ന ശുപാർശയാണ് നൽകിയിരിക്കുന്നത്. ധനവകുപ്പിലേക്ക് ഈ ശുപാർശ എത്തിയിട്ടില്ല എന്നാണ് ധനവകുപ്പ് വിശദീകരിക്കുന്നത്. ഒരു കാര്യം, ഇത് വളരെ വൈരുദ്ധ്യമുള്ള കാര്യം. നമുക്കിവിടെ ഇപ്പൊ ധനവകുപ്പിനാണെങ്കിൽ ആശാവർക്കർമാർക്ക് കൊടുക്കാൻ പണമില്ല, ക്ഷേമ പെൻഷൻ കൂട്ടാൻ പണമില്ല, അങ്ങനെ ഒന്നിനും പണമില്ലാതെ ഞെരുങ്ങിയിരിക്കുന്ന സർക്കാർ PSC ചെയർമാനും അംഗങ്ങൾക്കും ലക്ഷങ്ങൾ ഉയർത്തിക്കൊടുക്കുന്നു. ഡൽഹിയിലെ കേരളത്തിന്റെ പ്രതിനിധിയായ കെ.വി. തോമസിന്റെ TA വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ അങ്ങനെ സാധാരണ ജനത്തിന് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത, യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇതിൽ തീരുമാനത്തിലേക്ക് ധനവകുപ്പ് എത്തുമോ എന്നതാണ് അറിയാനുള്ളത്. കാരണം ഇത്തരം ഒരു ശുപാർശ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും അതിന്റെ മറ്റു വശങ്ങളെല്ലാം പരിശോധിച്ചായിരിക്കും ധനവകുപ്പ് ഒരു തീരുമാനത്തിലേക്ക് എത്തുക. ഏതായാലും ഇത്തരം ശുപാർശകൾ നൽകാൻ വകുപ്പുകൾ തീരുമാനിക്കുന്നു എന്നത് തന്നെ പൊതുജനത്തെ വ്യക്തിയാക്കുന്നതാണ്. പ്രശാന്ത് കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്.